MSC കമ്പനിയുമായുള്ള വിഴിഞ്ഞം പോർട്ടിന്റെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിനോട് അതൃപ്തി അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ്. അദാനി ഗ്രൂപ്പിന് സർക്കാർ രേഖാമൂലം ഒരു നോട്ടീസും നൽകിയിട്ടില്ല എന്നാണ് തുറമുഖ വകുപ്പിന്റെ മറുപടി. തുറമുഖ വകുപ്പ് അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് നേരിട്ട് വിവരാവകാശ അപേക്ഷകനെ ഫോണിലും ബന്ധപ്പെട്ടു. പണമടച്ചാൽ രേഖകൾ നൽകാമെന്ന് പറഞ്ഞതിന് ശേഷം വിവരാവകാശം നൽകാൻ അസൗകര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. അവര് സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പൊ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതാണിത്. എന്നാൽ വിവരാവകാശ രേഖകൾ പറയുന്നത് മറ്റൊന്നാണ്. കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി വിശദീകരണ കത്തോ കാരണം കാണിക്കൽ നോട്ടീസോ നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. മറുപടി ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന് നോട്ടീസുകൾ ഇതുവരെ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയും CM ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്ത വിഷയത്തിലാണ് വിരുദ്ധമായ മറുപടി തുറമുഖ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. അപേക്ഷകനെ തുറമുഖ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് നേരിട്ട് വിളിച്ചതും ദുരൂഹത ഉയർത്തുന്നു. 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പൈസ അടച്ചാൽ മതി കേട്ടോ. അത് നമുക്കിവിടെ ഒരു ഫയൽ ഇതിനകത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓർഡറും കൂടെ വന്നിട്ട് അടയ്ക്കാണ്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ അതുണ്ട്, അത് ഞാൻ വിളിച്ചു പറയാം കേട്ടോ. പണമടച്ചാൽ രേഖകൾ നൽകാമെന്ന് ഔദ്യോഗികമായ കത്ത് അപേക്ഷകന് ലഭിച്ചു. പിന്നാലെയാണ് അനൌദ്യോഗികമായി അണ്ടർ സെക്രട്ടറിയുടെ ഫോൺ കോൾ. പണമടയ്ക്കാൻ കാത്തിരിക്കാനാണ് അപേക്ഷകനോട് നിർദ്ദേശിച്ചത്. ദിവസങ്ങൾക്ക് ശേഷം രേഖകൾ നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് അപേക്ഷകന് ലഭിക്കുകയും ചെയ്തത്. റിപ്പോർട്ടർ, കോട്ടയം.